നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണക്കമീനും മാങ്ങയും ഇട്ട് ഒരു തോരനാണ് തയ്യാറാക്കുന്നത്. ഇത് ഉണക്ക കരിഞ്ചാള മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് അരമണിക്കൂർ നേരമായിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ടിരിക്കുകയാണ്. അതുപോലെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തൊലിയോടുകൂടി അരിഞ്ഞിടണം. തൊലി ചെത്തി അരിഞ്ഞിട്ടാൽ വേഗം അങ്ങ് അളിഞ്ഞു പോകും. ഇനിയും നമുക്ക് തോരൻ തയ്യാറാക്കാൻ പോകാം. എങ്ങനെ തോരൻ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ മീന് ചെറുതായി വെട്ടി നുറുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ മീൻ വെട്ടി ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് എരിവിനാവശ്യമായ പച്ചമുളക്, ഒരു ചെറിയ സവാളയ്ക്ക് പകരം ചെറിയുള്ളിയാണ് നല്ലത്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ മാങ്ങ ചെറുതായി അരിഞ്ഞത് പുളിയുടെ അനുസരിച്ച് ആവശ്യത്തിന് എടുക്കേണ്ടതാണ്. മഞ്ഞൾപ്പൊടി, തേങ്ങ ചിരകിയത്, ആവശ്യത്തിന് കറിവേപ്പില. ഇനിയും തോരൻ തയ്യാറാക്കാൻ പോകാം. ഈ ചട്ടിയിലേക്ക് മീനും പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയും ചേർത്ത് കൊടുക്കാം. മാങ്ങ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരകിയതും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് നന്നായി യോജിപ്പിച്ച് എടുക്കാം. ഞാനിവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. മീൻ വേകാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ കത്തിച്ച് അത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ സ്റ്റൗ കത്തിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിനിയും നമുക്ക് മൂടി വെച്ച് ചെറു തീയിൽ വേവിച്ചെടുക്കാം. മീഡിയം തീ കൊടുത്താൽ മതി, ഹൈ ഫ്ലെയിം വേണ്ട. മീൻ തോരന് ഇവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയം വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സ്വല്പം ഉപ്പ് കൂടെ വേണം, ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളത്തിലോട്ടൊക്കെ ആ ഉപ്പിൻ്റെ അംശം കാത്തു കൊടുക്കാം. തിളയ്ക്കുമ്പോൾ എല്ലായിടത്തും ആയിക്കോളും. അതുപോലെ തന്നെ പുളിയും വേണമെങ്കിൽ സ്വല്പം പുളിയും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇതിന് പുളി ആവശ്യമില്ല, മാങ്ങയുടെ പുളി ആവശ്യത്തിനുണ്ട്, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. വീണ്ടും മൂടി വെച്ച് വേവിക്കാം. മീൻ തോരന് ഇവിടെ റെഡിയായി, നന്നായി വറ്റിയിട്ടുണ്ട്. ഈ സമയം വേണമെങ്കിൽ സ്വല്പം പച്ച വെളിച്ചെണ്ണ ചേർക്കാവുന്നതാണ്. സ്വല്പം പച്ച വെളിച്ചെണ്ണ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കാം. ഈ ഉണക്കമീൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.